Good morning to one and all. From today onwards, we are going to start our main subject, that is managerial economics. Okay, the first module is Introduction to Managerial Economics. നമുക്ക് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ പഠിക്കാനുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ്. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. +2 ലെവലിലെ എക്കണോമിക്സ് പഠിച്ച ഏതൊരു സ്റ്റുഡൻറ്റിനും ഒരു റിവിഷൻ പോലെയാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ വന്നിരിക്കുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് കുട്ടികൾ 3-4 പേരാണ് നമ്മുടെ ക്ലാസ്സിലുള്ളതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കി എല്ലാവരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളാണ്. അവരെല്ലാവരും അവരുടെ +2 ലെവലിലെ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അത്രയ്ക്ക് ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് പഠിക്കാനുണ്ട്. പഠിച്ചെടുത്താൽ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സബ്ജക്റ്റാണ് ഈ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ കൊമേഴ്സിൻ്റെ രണ്ടാമത്തെ സബ്ജക്റ്റായ ഫസ്റ്റ് സെമ്മിലത്തെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ പഠിച്ചെടുത്താൽ ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ആൻഡ് വി ക്യാൻ സ്കോർ ഹൈ മാർക്ക് ഇൻ ദിസ് സബ്ജക്റ്റ്. ഓക്കെ, അതുകൊണ്ട് തുടക്കം തൊട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് അധികം ഒന്നും എക്സ്ട്രാ അതിൽ പഠിക്കാനില്ല. വളരെ കുറച്ച് ഒരു 25-30% കാര്യങ്ങൾ ഇതിൽ പുതുതായിട്ട് പഠിക്കാനുള്ള. ബാക്കിയൊക്കെ നമ്മൾ +2 ലെവലിൽ പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് തുടക്കം തൊട്ട് തന്നെ അധികം ഡിലേ വരുത്താണ്ട് റെഗുലറായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്കൊരു ഫ്ലോയിൽ അങ്ങനെ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂം വഴി ആഡ് ചെയ്ത് എല്ലാവരും വീഡിയോസ് കാണണം. അത് സമയാസമയത്ത് അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ആ ദിവസത്തെ അറ്റൻഡൻസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ഒരു ദിവസം ലേറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷേ സബ്മിറ്റ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, അരിയർ വരുത്തരുത്. എല്ലാ ദിവസവും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻറ്റ് നാളെയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയോ വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ വെക്കാതിരിക്കരുത്. വെക്കാതിരുന്നാൽ അതിൽ ഞങ്ങൾ ആബ്സെൻറ്റ് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ എല്ലാവരും മാക്സിമം ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ അസൈൻമെൻറ്റ് വെക്കാനായിട്ട് നോക്കുക. വാട്സപ്പിൽ വെക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ട് വരണമെന്ന് വെച്ചാൽ നമുക്കതൊരു പ്രൂഫില്ല. ഗൂഗിൾ ക്ലാസ് റൂമിൽ വെച്ചാലാണ് നമുക്കതൊരു പ്രൂഫ്, നിങ്ങളുടെ അറ്റൻഡൻസിൻ്റെ ഒരു പ്രൂഫായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതും എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, നമുക്കിനി നമ്മുടെ മെയിൻ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us think about the introduction to economics. നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. പക്ഷേ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്കണോമിക്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. Man has unlimited wants. The moment one want is satisfied, the other want take its place. അതായത് ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആ ഇൻഡിവിജ്വലിന് വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്. വാണ്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ദ തിങ്സ് ദാറ്റ് വി നീഡ്. നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ തിങ്സ് ആണ് വേണ്ടത്, അതാണ് വിളിക്കുന്ന പേരാണ് വാണ്ട്സ് എന്ന് പറയുന്നത്. ആദ്യം നമുക്കിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അത് കഴിഞ്ഞ് ആ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്തതിൻ്റെ അതിനേക്കാൾ കുറച്ചും കൂടിയും ഒരു ഹയർ ലെവലിലൊരു വാണ്ട് വരും. അത് സാറ്റിസ്ഫൈ ചെയ്താൽ അടുത്തൊരു നീഡ് വരും. അതിങ്ങനെ 1 by 1 ആയിട്ട് ഓരോ ഇൻഡിവിജ്വലും ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ബൈ നേച്ചർ ഇത് വന്നുകൊണ്ടിരിക്കും. ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് പ്രോബ്ലംസ് അറൈസസ് മെയിൻലി ബിക്കോസ് പീപ്പിൾ ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദെയർ അൺലിമിറ്റഡ് വാണ്ട്സ്. ബട്ട് വി ഹാവ് ഓൺലി ലിമിറ്റഡ് റിസോഴ്സസ്. നമുക്ക് ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, ബട്ട് ദ റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദീസ് അൺലിമിറ്റഡ് വാണ്ട്സ് ആർ വെരി ലിമിറ്റഡ്. നമുക്ക് ഈ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ്, മേ ബി നേച്ചുറലാവാം അല്ലെങ്കിൽ മാൻമെയ്ഡ് ആവാം, ഏതായാലും കുഴപ്പമില്ല, അതിന് ആവശ്യമുള്ള റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ്, നമുക്ക് സ്പ്ലൻഡ്ലി അവൈലബിൾ അല്ലാത്തതാണ്. The main problem that a man faces to is how to get maximum satisfaction from the limited resources available. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യും വേണം. ആ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് ലിമിറ്റഡുമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉള്ള റിസോഴ്സസിൽ നിന്ന് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എൻജോയ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലിപ്പോൾ സപ്പോസ് 100 റുപ്പീസേ ഉള്ളൂ. ആ 100 റുപ്പീസ് ആണ് റിസോഴ്സസ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. അത് ലിമിറ്റഡ് ആണ്. എനിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ആകെ എത്ര റുപ്പീസുള്ളൂ? 100 റുപ്പീസുള്ളൂ. അപ്പോൾ പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ
10,000 റുപ്പീസ് വർത്തുള്ള വാണ്ട്സ് ഒക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ നമുക്കത് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ ആകെ 100 റുപ്പീസുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 100 റുപ്പീസിനോണ്ട് നമ്മുടെ വാണ്ട്സിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വാണ്ട് ഏതാണോ നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റുന്നത് അത് നമ്മൾ എൻജോയ് ചെയ്യാം. ഓക്കെ, ഈ എൻ്റെ കയ്യിലുള്ള 100 രൂപ കൊണ്ട് ഏത് വാണ്ടാണ് എനിക്ക് അല്ലെങ്കിൽ ഏത് നീഡാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് അതിൽ നിന്ന് നമ്മൾ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നോക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ദ മെയിൻ പ്രോബ്ലം ദാറ്റ് എ മാൻ ഫേസ് ഹൗ ടു ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദി ലിമിറ്റഡ് റിസോഴ്സസ് അവൈലബിൾ. Study of economics help him to get maximum satisfaction from the scarce resources. അങ്ങനെ നമുക്കറിയില്ല എങ്ങനെയാണ് ഈ 100 റുപ്പീസ് കൊണ്ട് 1000 റുപ്പീസ് വർത്തുള്ള വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് നമുക്ക് ഒരു ബിഗിനർക്ക് പെട്ടെന്ന് അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എക്കണോമിക്സിൻ്റെ പല ടൂൾസും ഓർ കോൺസെപ്റ്റ്സ് ഓർ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ട് we can enjoy maximum satisfaction from these scarce resources or from these limited resources. Thus, multiplicity of wants and scarcity of resources are the two foundation stones of economics. ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിസിറ്റി ഓഫ് വാണ്ട്സ് ഉണ്ട്. നമ്മുടെ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, ബട്ട് റിസോഴ്സസ് ലിമിറ്റഡുമാണ്. ഈ രണ്ട് കോൺസെപ്റ്റ്സ് ആണ് എക്കണോമിക്സിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് ആയിട്ട് വരുന്നത്. ഈ രണ്ട് കോൺസെപ്റ്റ്സ് ആണ്. അവിടെ നിന്നാണ് ആ ഒരു രണ്ട് സ്റ്റോണിൽ നിന്നാണ് നമ്മുടെ ഈ എക്കണോമിക്സ് എന്ന് പറഞ്ഞ വലിയ ഒരു സ്ട്രക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുക. രണ്ട് കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്? മൾട്ടിപ്ലിസിറ്റി ഓഫ് വാണ്ട്സ് ഓർ അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് സ്കേഴ്സ് ഓർ ലിമിറ്റഡ് റിസോഴ്സസ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്കണോമിക്സ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് എക്കണോമിക്സിനെ കുറിച്ചൊരു ഇൻട്രോ ആയിട്ട് പറയാനായിട്ടുള്ളൂ. മെയിനായിട്ട് നമുക്ക് എന്താ അറിയാം, അൺലിമിറ്റഡ് വാണ്ട്സ് ബട്ട് ലിമിറ്റഡ് റിസോഴ്സസ്. So we have to utilize maximum satisfaction or we have to extract maximum satisfaction from these limited resources to get maximum satisfaction of wants. Okay, let us discuss the meaning of economics. നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്കണോമിക്സിൻ്റെ മീനിങ് ആണ്. പിന്നെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് സോഷ്യൽ സയൻസ്. ഒരു സോഷ്യൽ സയൻസ് ആയിട്ടാണ് എക്കണോമിക്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. എക്കണോമിക്സ് ഈസ് എ social science. It is called social because it studies mankind and society. It is called science because it studies social problems from scientific point of view. These are the two reasons behind why economics treated as social science. Economics is a social science ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ two reasons ആണ് പറയുന്നത്. First one is economics mainly studies the problems of individuals and economy. So it is a social. It is called social. Then they study all these problems from scientific viewpoint. അതായത് നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും പ്രോബ്ലംസ് സ്റ്റഡി ചെയ്യുന്നത് കൊണ്ടാണ് അത് സോഷ്യലായത്. ദെൻ സയൻസ് ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രോബ്ലംസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്നത് ഫ്രം സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂ ആണ്, അല്ലെങ്കിൽ ബൈ യൂസിങ് മാത്തമെറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലംസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് എന്തായി മാറിയത്, സയൻറ്റിഫിക് ആയിട്ട് സയൻസ് ആയിട്ട് മാറിയത്. സോ എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. ദെൻ ദ വേർഡ് എക്കണോമിക്സ് ഹാസ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് ഒയിക്കണോമിയോ. അത് ഒന്ന് നോക്കി വയ്ക്കാം. അതായത് എക്കണോമിക്സ് എന്ന വേർഡ് ഡെവലപ്പ് ചെയ്ത ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിയോ. ഇറ്റ് മീൻസ് മാനേജിങ് എ ഹൗസ് ഹോൾഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. ആ ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് മാനേജിങ് എ ഹൗസ് ഹോൾഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ സ്ലൈഡിൽ കണ്ടു, നമ്മുടെ റിസോഴ്സസ് എല്ലാം ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ വാണ്ട്സ് എല്ലാം അൺലിമിറ്റഡ് ആണെന്നും പറഞ്ഞു. ആ ലിമിറ്റഡ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ അൺലിമിറ്റഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു സിമിലർ മീനിങ് വരുന്ന ഒരു ഗ്രീക്ക് വേർഡായ ഒയിക്കണോമിയോയിൽ നിന്നാണ് ഈ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ടേം ഡെവലപ്പ് ചെയ്തത്. ദാറ്റ് മീൻസ് മാനേജിങ് എ ഹൗസ് ഹോൾഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. നമുക്ക്
ഒരു ഹൗസ് ഹോൾഡ് എന്ന് വെച്ചാൽ ഒരു വീട് തന്നെ ലിമിറ്റഡ് റിസോഴ്സസ് മാനേജ് ചെയ്യുന്നതിനെ വിളിക്കുന്ന ഒരു ടേമാണ് എക്കണോമിയോ എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അതിനായിട്ട് റിലേറ്റഡുകളാണ്. അൺലിമിറ്റഡ് വൺസ് ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് സാറ്റിസ്ഫൈ ചെയ്യണം, മാനേജ് ചെയ്യാൻ വിളിക്കുന്നതാണ് ബേസിക്സ് ഫൗണ്ടേഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് വേർഡ് ഡിറൈവ് ചെയ്തത് ആ ഒരു മീനിങ്ങുള്ള ഒരു വേർഡായ എക്കണോമിയിൽ നിന്നാണ്. ഓക്കെ, അത്രയ്ക്കാണ് നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഈസ് ഡെഫിനിഷൻസ്. നമുക്ക് മെയിനായിട്ടും 4 ഡെഫിനിഷൻസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷനായിട്ട്. Several economists have defined economics in different ways. All definition of economics may be broadly divided into 4. First one is wealth definition. It is developed by Adam Smith. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും Adam Smithന്റെ definition. According to him, economics is the study of wealth, how wealth is produced and distributed. നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് വെൽത്ത് ഡെഫിനിഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ആഡം സ്മിത്ത്. അക്കോർഡിംഗ് ടു ഹിം എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. എക്കണോമിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽത്ത്. This study how wealth is produced and distributed. What are the ways to produce this wealth and how this wealth is distributed among all the individuals. നമ്മൾ എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത വെൽത്ത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഓരോ ഹ്യൂമൻ ബീങ്സും അല്ലെങ്കിൽ ഓർഗനൈസേഷൻസും ഡെവലപ്പ് ചെയ്ത ക്രിയേറ്റ് ചെയ്ത പ്രൊഡ്യൂസ് ചെയ്ത വെൽത്ത് ഹൗ ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. അതുകൊണ്ടാണ് അതിന് എന്താ ഡെഫിനിഷൻ വന്നത്, വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷനിൽ ആകെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വെൽത്തിനെ കുറിച്ച് മാത്രമേ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഡെഫിനിഷൻ ഡെവലപ്ഡ് ബൈ ആഡം സ്മിത്ത്. Then second one is welfare or neoclassical definition. It is developed by Marshall. This study both wealth and man. According to him, wealth is not the end but only a means to an end. The end being human welfare. Okay. അപ്പോൾ വെൽഫെയർ ഡെഫിനിഷൻ എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷനിൽ വെൽത്തിനെ മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. ബട്ട് ദിസ് ഡെഫിനിഷൻ കൺസിഡർ ബോത്ത് വെൽത്ത് ആൻഡ് മെൻ. വെൽത്തിനും കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇൻഡിവിജ്വൽസിനും കൺസിഡർ ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഹിം വെൽത്ത് ഈസ് നോട്ട് ദ എൻഡ്. അതായത് നമ്മൾ ഈ മാർഷാലിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വെൽത്ത് ഡെഫിനിഷൻ ഒരു എൻഡ് അല്ല, ലാസ്റ്റ് അല്ല. ഇറ്റ് ഈസ് ഓൺലി എ മീൻസ് ടു ആൻ എൻഡ്. ആ എൻഡിൽ, അതായത് എൻഡ് റിസൾട്ടിലേക്കുള്ള ഒരു വേ മീൻസ് ഒരു പാത്ത് മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഈ വെൽത്ത് എന്ന് പറയുന്നത്. ദ എൻഡ് ബീയിങ് ഹ്യൂമൻ വെൽഫെയർ. ലാസ്റ്റ് നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്തായിരിക്കണം, വെൽത്ത് ക്രിയേഷൻ അല്ല ബട്ട് ദി ഹ്യൂമൻ വെൽഫെയർ ആയിരിക്കണം. അതാണ് വെൽത്ത് ഡെഫിനിഷൻ പ്രകാരം വെൽഫെയർ ഡെഫിനിഷൻ പറയുന്നത്, അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ഡെഫിനിഷൻ പറയുന്നത്. അപ്പം ആദ്യത്തെ ഡെഫിനിഷൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് സെക്കൻഡ് ഡെഫിനിഷനായ വെൽഫെയർ ഡെഫിനിഷൻ പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ we have to concentrate on both wealth and man. Wealth is the way to the end result and the end result being ഹ്യൂമൻ വെൽഫെയർ. നമ്മുടെ അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ എന്തും നമ്മുടെ അറ്റൻഷൻ എന്തിലായിരിക്കണം, ഇൻഡിവിജ്വൽ വെൽഫെയർ അല്ലെങ്കിൽ ഹ്യൂമൻ വെൽഫെയർ ആയിരിക്കണം. ആ ഹ്യൂമൻ വെൽഫെയർ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ വെൽത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, then the third one is scarcity definition. It is developed by Robin. Human wants are unlimited and resources to satisfy these needs are scarce. According to him, economics teaches us how the limited resources are utilized to satisfy the unlimited ones. നമ്മൾ ഇൻട്രൊഡക്ഷൻ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. അതായത് scarcity definition which is developed by Robin says that human wants are unlimited and the resources to satisfy these needs are scarce. അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് എന്താ നമ്മൾ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ how these limited resources can be utilized to satisfy the unlimited wants. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അൺലിമിറ്റഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ആർ ദ വേസ് ടു യൂസ് ദിസ് ലിമിറ്റഡ് റിസോഴ്സസ്. ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്ത് ഹൗ വി ക്യാൻ സാറ്റിസ്ഫൈ അവർ അൺലിമിറ്റഡ് വാണ്ട്സ്. അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡീനെ വിളിക്കുന്ന പേരാണ് എക്കണോമിക്സ് എന്നാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആസ് പെർ റോബിൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഡെഫിനിഷൻസ് പഠിച്ചു. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ ആൻഡ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഓക്കെ, വെൽത്ത് ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ഹിം this economics is the study of wealth, how wealth is
produced and distributed. Second one, welfare definition. According to him, wealth is not an end product. It is only a way, the end product being the human welfare. Then third one is scarcity definition. According to this definition, resources are limited, but wants are unlimited. So it teaches how the limited resources can be utilized to satisfy the unlimited ones. Okay, these are the first three definitions of economics. Okay, one more definition is there. This is the fourth definition, that is modern definition or growth definition. It is by Samuelson. Okay, ഇതാണ് നിങ്ങൾ ഒരു എക്കണോമിക്സിൻ്റെ ഡെഫിനിഷനായിട്ട് പഠിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇപ്പോൾ സപ്പോസ് എങ്ങനെയാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 4 എഴുതണം. അല്ലാണ്ട് വെറുതെ ഒരു ഡിഫൈൻ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെഫിനിഷനാണ് പഠിക്കേണ്ടത് അക്കോർഡിംഗ് ടു സാമുവൽസൺ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നു. ഏതൊരു ഡെഫിനിഷൻ എഴുതുമ്പോഴും ഡെഫിനിഷനായിട്ട് എഴുതുമ്പോൾ അതിൽ ആളുടെ പേര് എഴുതണം. ഓക്കെ, economics is the study of how societies use scarce resources to produce valuable commodities and distribute them among different people for satisfying their wants. So, okay, economics is the study of how societies use scarce resources. എങ്ങനെയാണ് ലിമിറ്റഡ് ആയിട്ട് റിസോഴ്സസ് സൊസൈറ്റി യൂസ് ചെയ്യുന്നത് ഫോർ വാട്ട്? ടു പ്രൊഡ്യൂസ് വാല്യബിൾ കമ്മോഡിറ്റീസ്. അവർ എന്തിനാണ് ഈ സ്കേഴ്സ് റിസോഴ്സ് യൂസ് ചെയ്യുന്നത്? ടു പ്രൊഡ്യൂസ് ദി വാല്യബിൾ കമ്മോഡിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ഡിഫറെൻറ്റ് പീപ്പിൾ. പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് അവരുടെ കയ്യിൽ വെക്കല്ല ചെയ്യുന്നത്, സൊസൈറ്റിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആർക്കാണോ ആവശ്യമുള്ളത് അവർക്കൊക്കെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഫോർ വാട്ട്? സാറ്റിസ്ഫൈങ് ദെയർ വാണ്ട്സ്. അവരുടെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യും ചെയ്യുക, അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ചെയ്യാം. അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ യൂസിങ് ദി സ്കേഴ്സ് റിസോഴ്സസ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസ് യൂസ് ചെയ്ത് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും വിളിക്കുക. അത് സ്റ്റഡി ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ സൊസൈറ്റീസ് യൂസ് സ്കേഴ്സ് റിസോഴ്സസ് to produce valuable commodities and distribute them among different people for satisfying their wants. It is developed by Samuelson. Okay, അപ്പോൾ these are the 4 main definitions of economics which is developed by different economists. Okay, one by one ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. Okay, then thus economics is a study of how people use their limited resources to satisfy their unlimited wants. നമ്മൾ നേരത്തെ പറഞ്ഞതൊന്നുകൂടി സമ്മപ്പ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതുകൊണ്ട് എക്കണോമിക്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇൻഡിവിജ്വൽസ് ഹൗ യൂട്ടിലൈസ് ദിസ് ലിമിറ്റഡ് റിസോഴ്സസ്. അവരുടെ അൺലിമിറ്റഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഏത് രീതിയിലാണ് അവരവരുടെ ലിമിറ്റഡ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള സ്റ്റഡീനെ വിളിക്കുന്ന പേരാണ് എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ ഇത് സമ്മപ്പ് പോയിന്റ് ആണ്. നക്ഷലായിട്ട് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ യൂസ് ദെയർ ലിമിറ്റഡ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദെയർ അൺലിമിറ്റഡ് വാണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സപ്പോസ് ഇതൊരു എക്കണോമിക്സിൻ്റെ മീനിങ് ചോദിച്ചാലും വേണമെങ്കിൽ നമുക്ക് അത് തന്നെ അതിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.